ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിന്റെ ഇബ്നു തൈമിയ്യയുടെ വ്യതിയാന ചിന്തകൾ എന്ന വിഷയത്തിലുള്ള നല്ല പഠനാർഹമായ ഒരു ക്ലാസ്സാണിത്. എല്ലാവരും കേൾക്കണം. ഇതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു കഷ്ണം വെട്ടിയെടുത്ത് കുരുവട്ടൂരികൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ലിങ്ക് പരമാവധി പ്രചരിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏത് കാലത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും അടിസ്ഥാന വിശ്വാസങ്ങളും പ്രാമാണികമായി സമർപ്പിക്കാൻ ഉന്നതന്മാരായ ഉസ്താദുമാർ വൈജ്ഞാനിക ഗോതയിലും കർമ്മവഴിയിലും ഉണ്ടാകാറുണ്ട്. അത് നിരന്തരമായി തുടരുകയാണ്. അതിനിടയിൽ പൊതുസമൂഹത്തെയും വൈജ്ഞാനിക സമൂഹത്തെയും സംശയിപ്പിച്ചുകൊണ്ട് നവീനവാദങ്ങൾ കടന്നു വരാറുണ്ട്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അംബിയ ഔലിയാക്കളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് സഹായാർത്ഥന നടത്തുന്നതും മഹാന്മാരോട് സഹായം തേടുന്ന ഇസ്തിഗാസയും തെറ്റാണെന്ന് ധരിപ്പിക്കാൻ പല വഴികളും ബിദഈ കക്ഷികൾ ഓരോ കാലത്തും പ്രയോഗിക്കാറുണ്ട്. തുടങ്ങി അടിസ്ഥാന വിശ്വാസത്തിലും കർമ്മശാസ്ത്രത്തിലും ആചാരങ്ങളിലുമൊക്കെ സംശയങ്ങൾ ഉയർത്തി വരുമ്പോൾ പലപ്പോഴും ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും അവർ പ്രമാണമായി ഉദ്ധരിക്കാറുണ്ട്. നിരവധി രചനകളുടെയും ചിന്താപരമായ ഗ്രന്ഥങ്ങളുടെയും സാന്നിധ്യം കൂടിയായ അദ്ദേഹത്തിൻ്റെ രചനകൾ ഇത്തരങ്ങൾ ആശയങ്ങളുടെ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കാറുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹം ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഉദ്ധരിക്കപ്പെടുന്ന ആളുകളിലൂടെയാണോ വിഷയത്തിൻ്റെ മർമ്മത്തിലൂടെയാണോ എന്ന ഒരു വൈജ്ഞാനിക അന്വേഷണത്തിനാണ് ഉസ്താദ് നമുക്ക് ചർച്ചകൾ തുടങ്ങി വെക്കുന്നത്. ആദരപൂർവ്വം ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു, ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ ഈ ഇടുങ്ങിയ സമയം ഒരിക്കലും പര്യാപ്തമല്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നമ്മളുടെ ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങൾ അത് അഖീദയിലായിരുന്നാലും ഫിഖ്ഹിലായിരുന്നാലും അവിടെ ഒരു സ്ഥലത്തും ഏതെങ്കിലും വ്യക്തികളെ നോക്കി വിഷയം തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹുവിൻ്റെ ഹദീസ്, ഇജ്മാഅ് തുടങ്ങിയ കാര്യങ്ങളാണ് തെളിവിന് പറയപ്പെടാറുള്ളത്. മുജ്തഹിദുകളായ ഇമാമിങ്ങൾക്ക് ഖിയാസും തെളിവിന് വേണ്ടി പറയാൻ അർഹതയുണ്ട്. നമുക്ക് അതിന് മാത്രമുള്ള പ്രാപ്തി ഇല്ല. ആകയാൽ ഇന്ന ഒരാൾ പറഞ്ഞു അല്ലേ പറഞ്ഞില്ല, അല്ലെ ഇന്ന ഒരാൾ ആ പക്ഷത്താണ് എന്നാൽ അല്ലെ ഇന്ന ഒരാൾ ആ പക്ഷത്തല്ല എന്നതല്ല ഒരു വിഷയത്തിൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളിലൊക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ പണ്ഡിതൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന് ഇസ്ലാമിക പ്രാമാണിക രംഗത്ത് യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം ഇസ്ലാമിൻ്റെ പ്രമാണം അദ്ദേഹം പറയൽ അല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തെ പോലുള്ളവർ പറയലും അല്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശാഫഈ മദ്ഹബുകാരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അശ്അരി മാർഗം സ്വീകരിച്ചവരാണ് അഖീദയുടെ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ. ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യപരമ്പരകൾ അശ്അരികളായ ഇമാമിങ്ങൾ, അവർ ഒരു കാര്യം പറഞ്ഞാൽ അത് പിൻതലമുറയിലുള്ള അഹ്ലുസുന്ന അംഗീകരിക്കും. കാരണം അവർ അതിനു മാത്രം പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് എന്നതിൻ്റെ പേരിലാണ്. ഇതുപോലെ ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ ഷാഫഈ മദ്ഹബുകാർ അത് അംഗീകരിക്കും. കാരണം അതിനു മാത്രം പ്രാപ്തിയുള്ള ഒരു മഹാ പണ്ഡിതനാണ് ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു എന്നതുകൊണ്ടാണ്. അതേസമയം 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരേ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് 600 കൊല്ലത്തോളം ജനിച്ചവരും അല്ല. അങ്ങനെ ഹിജറ ആദ്യ വർഷം മുതൽ 600 വർഷം വരെ മുതഖദ്ദിമീങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം രംഗത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഒരാശയം പറഞ്ഞാൽ ആ ആശയം തള്ളപ്പെടുക എന്നല്ലാതെ മുൻഗാമികളെ തള്ളി പിൻഗാമികളെ സ്വീകരിക്കുക അങ്ങനെ ഒരു നയം ഇല്ല. അത് സുന്നത്ത് ജമാഅത്തിൻ്റെയോ ഇസ്ലാമിക മാർഗത്തിൻ്റെയോ വഴി അല്ല. അപ്പോൾ ആ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി, അത് തലാഖിൻ്റെ മസലയാണെങ്കിലും തവസ്സുലിൻ്റെ മസലയാണെങ്കിലും ഇസ്തിഗാസയുടെ മസലയാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും വിശ്വാസപരമായ വിഷയമാണെങ്കിലും, മുൻഗാമികളായ പണ്ഡിതന്മാർ അഥവാ സലഫ്, 3 നൂറ്റാണ്ടിൽ ജീവിച്ച സലഫുകൾ, അവരോട് പിന്തുടർന്ന് ജീവിച്ച മുതഖദ്ദിമീങ്ങളായ ഇമാമിങ്ങളോ അവരൊന്നും പറയാത്തൊരു കാര്യം പുതുതായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് പുതിയ വാദമാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുക. അതുകൊണ്ട് വ്യക്തി നമുക്ക് യാതൊരു വിധത്തിലും പരാമർശ വിധേയം അല്ല. ഇന്ന് നമ്മുടെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയും മറ്റ് ആധുനിക മീഡിയകളൊക്കെ ഉപയോഗിച്ച് വ്യാപകമായ ചില വായനകൾക്ക് ഒരുങ്ങുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ അവലംബിക്കേണ്ട ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വായിക്കാൻ സ്വീകരിക്കേണ്ട രീതി, അതിൻ്റെ ഒരു മൻഹജ് എങ്ങനെയായിരിക്കും? ആദ്യമായി അത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളൊരു കിതാബ് നോക്കുമ്പോൾ ആ കിതാബിൻ്റെ നുസ്ഖയും അതിൻ്റെ ഇജാസത്തും അതിൻ്റെ ആധികാരികതയും ഒക്കെ കൃത്യമായി കിട്ടിയാലേ കിതാബിൽ ഉണ്ട് എന്ന നിലക്ക് നമുക്ക് ഉദ്ധരിക്കാനോ അംഗീകരിക്കാനോ പറ്റുള്ളൂ. അപ്പോൾ ഈ അടുത്തുണ്ടായൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മീസാനുൽ കുബറ മുജാഹിദ് സെൻറ്റർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചു. എന്താണ് ഉദ്ധരിച്ചത്? പള്ളി നിർമ്മിക്കാനും മയ്യിത്ത് കഫൻ ചെയ്യാനും സക്കാത്ത് കൊടുക്കാം എന്നുദ്ധരിച്ചു. അതിലുള്ളത്, ആ ഉദ്ധരിച്ച അവരുടെ പുസ്തകത്തിലുള്ളത്, അജ്മഅത്തിൽ അയിമ്മത്തുൽ അർബഅ 4 ഇമാമിങ്ങളും അതിൽ യോജിച്ചിരിക്കുന്നു. അന്നഹു യജൂസു, ജായിസാണ് പള്ളി നിർമ്മിക്കാൻ സക്കാത്ത് കൊടുക്കാം എന്നാണ് അബ്ദുസലാം സുല്ലമി എഴുതിയത്. സംഗതി യഥാർത്ഥത്തിൽ ആ കിതാബിലുള്ളത് അന്നഹു ലാ യജൂസു എന്നാണ്. ഏതോ ഒരു അച്ചടിയിൽ, അല്ലെ 1 or 2 അച്ചടിയിൽ ലാ വിട്ടുപോയി, അച്ചടിയിൽ വിട്ടുപോയി. അത് പിടിച്ച് ഒരു മതനിയമത്തെ അങ്ങനെ തന്നെ അട്ടിമറിക്കാനാണ് മുജാഹിദ് സെൻറ്ററിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ശ്രമിച്ചത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുക ഇവിടെ ലാ വിട്ടുപോയതാണ്? അത് മനസ്സിലാകൽ ഈ ഒരൊറ്റ കിതാബ് നോക്കിയിട്ട് ഒരു വിഷയവും തീരുമാനിക്കാൻ പറ്റില്ല. മറിച്ച് ഇമാമിങ്ങളുടെ 4 മദ്ഹബിൻ്റെയും ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ, അതും മുതഖദ്ദിമീങ്ങളുടെയും മുതഅഖിരീങ്ങളുടെയും ഗ്രന്ഥങ്ങൾ വിശദമായി പഠിച്ചിട്ടേ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന്
നമുക്ക് തന്നെ ഗ്രഹിക്കാനും കഴിയണം. അല്ലെങ്കിൽ അച്ചടിച്ച് വരുന്നതൊക്കെ നമ്മൾ സ്വീകരിച്ചാൽ ഭീമാബദ്ധത്തിൽ പോയി ചാടും. മാത്രവുമല്ല, പല കിതാബുകളിലും ഇസ്ലാമിൻ്റെ ശരിയായ ആദർശത്തെ നശിപ്പിക്കാൻ വേണ്ടി കടത്തിക്കൂട്ടലുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇമാമിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പലരും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കടത്തിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ ആശയത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അൽ അൻവാറുൽ ഖുദ്സിയുടെയും അതുപോലെ പല കിതാബുകളുടെയും തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരാളുടെയും ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഉദ്ധരിക്കണമെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന 100% ഉറപ്പ് ഉണ്ടാകണം. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം അങ്ങനെ ആരെങ്കിലും ഒരാളൊരു ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞെങ്കിൽ അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊക്കെ വിരുദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കാനും പറ്റില്ല. അപ്പം നല്ല വിശദമായ പഠനമില്ലാതെ പെട്ടെന്ന് ഈ നമ്മളെ ഓൺലൈനിൽ അല്ലെങ്കിൽ അടിച്ചു നോക്കിയിട്ട് ഷാമിലയിലോ മറ്റേതെങ്കിലും അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നതനുസരിച്ച് ആരും മതത്തിൻ്റെ നിയമം പറഞ്ഞ് പെട്ടുപോകാൻ പാടില്ല. വളരെ നന്നായി പഠിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. നമ്മൾ ആദ്യത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളിച്ച ചില മസലകളെ സംബന്ധിച്ചൊക്കെ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാൾ തന്നെ രണ്ടഭിപ്രായവും പറഞ്ഞു കാണും വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ. അത്തരം സമയങ്ങളിലൊക്കെ നമ്മളെങ്ങനെയാണ് അത്തരം വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തികളെ അല്ല വിഷയം, നമ്മളുടെ എന്താണ് സബ്ജക്റ്റ്, മൗദൂ എന്താണ്, അതാണ് വിഷയം. അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണുന്നു. എന്താപ്പം ചെയ്യുക? എന്ത് ചെയ്യാനാ? നമ്മളയാളെ പറ്റി അയാളെ ഹിസാബ് എടുക്കാനൊന്നും അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അയാളെ ഹിസാബ് എടുക്കേണ്ട ആവശ്യം നമുക്കെന്താ? അപ്പം നമുക്കെന്ത് വേണം? നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം. ആ ശരി ഏതാണെന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താ? നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ച എന്താണോ അതായിരിക്കും ശരി. നമ്മളെ മുൻഗാമികൾക്ക് പഴിച്ചു വിചാരിച്ചിട്ട് നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് ഈ കിട്ടിയതൊന്നും വിശ്വസിക്കാൻ പറ്റാതാവില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന് ദുററുൽ കാമിന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഇതിൽ പലരുടെയും ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 144 പേജ് മുതൽക്ക് കുറേ പേജുകൾ ഒരു വലിയ പണ്ഡിതനായ ഇബ്നു തൈമിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും തർക്കം ഇല്ല. അതേസമയം അദ്ദേഹം പറഞ്ഞ ആശയങ്ങളിൽ തെറ്റുണ്ടെന്ന് ഇമാം സുബ്കി, അതുപോലെ ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി, ഇബ്നു ജമാഅ, അതുപോലെ ഇബ്നു ഹജർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമാമിങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ തന്നെ ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ്, 661 ജനിച്ച ആളാണ് എന്നൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ, ചില സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു തൈമിയ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജയിലിൽ കിടന്നു. അവിടെ ചില ആളുകൾ ശുപാർശ ചെയ്ത് അങ്ങനെ ഫഉഖ്രിജ ഫീ റബീഉൽ അവ്വൽ ഫി സാലിസി വൽ 20 മിൻഹു, റബീഉൽ അവ്വൽ 23 അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഉഹിളറ ഇലൽ ഖൽഅതി വഖഅൽ ബഹ്സു മഅ ബഅദിൽ ഫുഖഹാഇ, കുറേ പണ്ഡിതന്മാരുടെ കൂടെ അവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് എന്ത് ഉണ്ടായി? അവിടെ വെച്ച് അദ്ദേഹം എഴുതി കൊടുത്തു, ബിഅന്നഹു ഖാല, എന്താണ് എഴുതുന്നത്? അന അശ്അരിയുൻ, ഞാൻ അശ്അരി മാർഗം സ്വീകരിച്ച ആളാണ്. തുമ്മ വജദ ഖത്തുഹു ബിമാ നസുഹു, പിന്നെ അദ്ദേഹം എഴുതിയ കൈപ്പട തന്നെ പിന്നീട് കിട്ടി. എന്താണത്? അല്ലദീ യഅ്തഖിദു, ഞാൻ വിശ്വസിക്കുന്നത്, അന്നൽ ഖുർആന മാനൻ ഖായിമുൻ ബിദാത്തില്ലാ, ഖുർആൻ അല്ലാഹുവിൻ്റെ ദാത്തിൽ നിൽക്കുന്ന ഒരു മാനയാണ്. വഹുവ സിഫത്തുൻ മിൻ സിഫാത്തി ദാത്തിഹിൽ ഖദീമ, അത് അല്ലാഹുവിൻ്റെ സിഫത്താണ്, അല്ലാഹുവിൻ്റെ കലാം അത് ഖദീമാണ്. വഹുവ ഗൈറു മഖ്ലൂഖിൻ, അത് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയല്ല. വലൈസ ബിഹർഫിൻ വലാ സൗത്തിൻ, അത് ശബ്ദമല്ല
അക്ഷരവുമല്ല. വഅന്ന ഖൗലഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ഖുർആനിലെ വാക്ക് ലൈസ അലാ ളാഹിരിഹി, അത് അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശം അല്ല. വലാ അഅലമു കുൻഹൽ മുറാദി ബിഹി, അതുകൊണ്ട് എന്താ അള്ളാഹ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആര്? ഇബ്നു തൈമിയ എഴുതി കൊടുക്കുകയാണ്. ബൽ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. വൽ ഖൗലു ഫിൻ നുസൂൽ, ഇതുപോലെ യൻസിലു റബ്ബുനാ തബാറക വ തആല എന്ന ഹദീസിലും കൽ ഖൗലി ഫിൽ ഇസ്തിവാഇ, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. വകതബഹു അഹ്മദ് ഇബ്നു തൈമിയ ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. وذلك في خامس عشر إسري ربيع الأول سنة 707. അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ വശഹിദ അലൈഹി ബിദാലിക ജമ്മുൻ മിനൽ ഉലമാഇ വഗൈരിഹിം, ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസക്കനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസക്കനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. അപ്പോൾ അദ്ദേഹം ഇത് എഴുതി ഒപ്പിട്ടെടുത്തില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മളിപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല, അല്ല അള്ളാഹ് നോക്കണ്ടിയല്ലേ. നമ്മക്കതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തെ എഴുതി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജർ ഹൈത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നു അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പുമില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണിത് പറയുന്നത്. ഇബ്നു തൈമിയ്യ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തൗബ ചെയ്ത് അങ്ങനെ അശ്അരി തരീഖത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യൻ്റെ ഗ്രന്ഥമെന്നും പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട്, അത് നോക്കി ഇബ്നു തൈമിയ്യ വലിയ ആളാണ് എന്ന് ഇബ്നു ഹജർ അസ്കലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു, ഇബ്നു തൈമിയ്യൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറു തഅറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പടച്ചോനിക്ക് എന്താ അനങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ ഇറങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ പോയാൽ, പടച്ചോൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടുണ്ട്. ഈ ദറു തഅറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല, അയാളെ കൈപ്പട കണ്ടാൽ നമുക്കൊട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച്, ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു, നമ്മളെന്താ ചെയ്യാൻ? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തരീക്കത്ത് തന്നെ അങ്ങ് പോയാച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് ഇത് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല, അതല്ലല്ലേ. നമുക്ക് അതിന് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം? അല്ലാഹു ഇലാ സബീലിഹി, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ പറയണം അത് തെറ്റാണ്, അത് അദ്ദേഹം പറഞ്ഞാലും തെറ്റ് തന്നെയാണ്, ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റ് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അതാര് പറഞ്ഞു എന്നതല്ല, തെറ്റ് എപ്പോഴും തെറ്റാണ്, ശരി എപ്പോഴും ശരിയാണ്. ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. ഇനി ഇതിൽ തന്നെ കുറേ വിശദീകരിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ദഹബിയുടെ വാചകം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായ ചിലപ്പോൾ അയാൾ
പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് ദഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകയിൽ നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞ് നമ്മളെ അയാൾ കണ്ടിട്ടുമില്ല, അയാൾ ശബ്ദം കേട്ടിട്ടുമില്ല, നമ്മളയാൾ ഇവിടെ ചായടിച്ചിട്ടില്ല, കാപ്പിയും കുടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്താണ് പറയേണ്ട ആവശ്യം? ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ എടുത്തുദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകയിൽ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ. അതാണ് നേരത്തെ നമ്മുടെ ജലീൽ ഉസ്താദും പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ഇമാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അത് തന്നെ പറഞ്ഞാൽ മതി, നമ്മളെ വകയിലൊന്നും പറയേണ്ട ആവശ്യം വരില്ല എന്ന് നേരത്തെ ജലീൽ ഉസ്താദ് പറഞ്ഞതും അത് വളരെ കൃത്യമാണ്. അങ്ങനെ തന്നെയാണ് അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. അതിൽ തന്നെ ഈ ഇബ്നു ഹജർ അസ്ഖലാനി എഴുതിയതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ومنهم من ينسبه إلى الزندقة لقوله إن النبي صلى الله عليه وسلم لا يستغاث به وأن في ذلك تنقيصا ومنعا من تعظيم النبي صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അത് റസൂലുള്ളാഹിനെ നിന്ദിക്കലാണ്, നിസ്സാരപ്പെടുത്തലാണ്, നബി തങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണ്. അതിനാൽ അദ്ദേഹം ഇസ്ലാമിന്റെ വിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാൻ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഈ മഹാന്മാരായ സഹാബികളെ സംബന്ധിച്ച് ചില കുറ്റങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ, അത് നമ്മളല്ലല്ലോ, ഹിസാബ് നടത്തേണ്ടത് അല്ലല്ലേ, നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയൽ നമ്മുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. അതേസമയത്ത് നമ്മൾ വിശ്വസിക്കണം ഒരു സഹാബിയെയും കുറ്റം പറയാൻ പാടില്ല. അത് ഇതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതെ, ومنهم من ينسبه إلى النفاق لقوله في علي ما تقدم ولقوله أنه كان مخذولا حيثما توجه. അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് മോശമായത് പറഞ്ഞു. അലി എവിടെ പോയാലും പോയടത്തിൽ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. വന്നഹു ഹാവലൽ ഖിലാഫത മിറാറൻ, പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഫലം യനൽഹ, എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. വൈന്നമാ ഖാതല ലിയാസത്തിൽ ആരി ദിയാനത്തി, അങ്ങനെ നേതൃത്വം കിട്ടാനേനു അലി ഇബ്നു അബീ താലിബ് യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്. വലി ഖൗലിഹി ഇന്നഹു കാന വഇന്ന ഉസ്മാൻ കാന യുഹിബ്ബുൽ മാല, ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പണത്തോട് വലിയ കൊതിയായിരുന്നു എന്ന് മൂപ്പര് പറഞ്ഞു. വലി ഖൗലി അബൂബക്കർ അസ്ലമ ശൈഖൻ യദിരി മാ യഖൂലും, അതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാ, അതുകൊണ്ട് യദിരിമായ ഖൂൽ എന്താ പറയുന്നതെന്നൊക്കെ തിരിവാടുണ്ടായിരുന്നു. അലിയുൻ അസ്ലമ സബിയൻ, അലി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന, വസ്സബിയുൽ അയസു ഇസ്ലാമുഹു അലാ ഖൗലിൻ, കുട്ടികളാകുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് ഇസ്ലാം വന്നതന്നെ ശരിയാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുർറുൽ കാമിനെ പറയാണ്. അപ്പൊ നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷിയിൽ നമ്മളല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഇബ്നു തൈമിയ്യ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആള് പറഞ്ഞാലും ഒരാള് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് നമ്മുടെ ആശയം. ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അദ്ദേഹത്തെ കുറിച്ച് തീരുമാനം എടുക്കൽ, നടപടി സ്വീകരിക്കുന്നവരും പ്രതിഫലം കൊടുക്കുന്നവരും നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി. സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഗാസയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും സംബന്ധിച്ച് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏലം നീ ഉറപ്പിക്കണം. ഏലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉറപ്പിക്കണം. അൽ ഇൽമു അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖി, അതാണല്ലോ ഏലം എന്ന് പറഞ്ഞാൽ. ഇൽമണം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കണം, വന്നണം എന്നല്ല. അപ്പോ ഉറപ്പിക്കണം. അന്നഹു, നിശ്ചയമായും, യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ. തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ലേ അത് വിഷയം. ഒരാൾ കഅബയെ തവസ്സുലാക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്താ? കഅബയുടെ ബഹുമാനം കണക്കിലെടുത്ത് കഅബനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറയാം. ഹജ്ജിനൊന്നും പറയില്ല, അങ്ങനെ നല്ലതല്ലേ പറയാം. അതിൽ കഅബത്തിൻ്റെ ഇത് പോകുന്നത് തന്നെ. അപ്പോൾ
കഅബയെ തവസ്സുലാക്കുക. നബിയെ തവസ്സുലാക്കാൻ കഅബയെ കാണുമ്പോൾ ബഹുമാനമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം ബന്ധത്തിന് തർക്കമില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ബഹുമാനം കണക്കിലെടുത്ത് എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറയാം, ഉദാഹരണത്തിന് തവസ്സുൽ. അതേപോലെ അന്നഹു യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് സഹായം തേടുക. ഏറ്റവും വലിയ സഹായം കിട്ടേണ്ടത് എന്തിനാ? ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരുത്തം സ്വർഗ്ഗത്തിൽ കിടക്കുക. അപ്പം അത് ഖുർആൻ തന്നെ പറയുകയാണെന്ത്? അത് അവലു അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊ. തെറ്റ് ചെയ്തവൻ നബിയെ തങ്ങളെടുക്കൽ വരട്ടെ. തെറ്റ് ചെയ്തവൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നത് തെറ്റ് കൊടുക്കുന്ന അള്ളല്ലേ. പക്ഷെ അള്ള പറയാണ്, അള്ള ഒരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറം ഇപ്പുറം പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. അള്ളാൻ്റെ തീരുമാനം അംഗീകരിക്കാത്ത മൂമിനാവോ? അമ്മാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അങ്ങനല്ലേ, ഒരു ചോയ്സും ഇല്ലല്ലോ. പിന്നെ അള്ള പറയാണ് ജാഊ, തങ്ങളെടുത്ത് വരട്ടെ, തങ്ങളെടുക്കൽ വരട്ടെ. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ചെല്ലണമെന്നായി. ജാഊ ഫസ്തഗ്ഫിറുല്ലാഹ്. ജാഊക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വഫാത്തിന് മുമ്പ് വരട്ടെ എന്നില്ല, ശേഷം വരട്ടെ എന്നില്ല. അതുകൊണ്ട് എപ്പോഴും അത് ബാധകമാണ്. ജാഊ തങ്ങളെടുത്ത് വരട്ടെ. എന്നിട്ടോ ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെടുക്കൽ വന്നിട്ട് അള്ളാഹിനോട് മാപ്പ് ചോദിക്കട്ടെ. അതെന്തേ? അള്ളാഹു തആല സ്ഥലകാലാതീതനല്ലേ. എന്നാൽ അള്ളാഹിൻ്റെ ഒരു തീരുമാനമാണ്. റസൂലുള്ളാഹിൻ്റെ എൻ്റെ ഹബീബ് എൻ്റെ റസൂലിൻ്റെ അടുത്ത് വരട്ടെ എന്നിട്ട് പറയട്ടെ ജാഊ ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അവിടുന്ന് അള്ളാഹിനോട് മാപ്പ് ചോദിക്കട്ടെ. പിന്നെയോ, പിന്നെ ജാഊക്ക് എന്ന് പറഞ്ഞതിന് അത് മാത്രമാണോ അർത്ഥം? അല്ല. എനിക്ക് സുഖല്ല ഉസ്താദേ, എന്നാൽ പിന്നെ നീ ഒരു ഡോക്ടറെ സമീപിക്കണം, ഡോക്ടറെ അടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങ് പറഞ്ഞോതാ. അവിടെ ചെന്നിട്ട് ഡോക്ടറോട് പറയണ്ടേ എനിക്കിങ്ങനെ സുഖമില്ല എന്ന് പറയണ്ടേ? അതാണ് അതിൻ്റെ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞു, വയസ്അലുഹു അൻ യസ്തഗ്ഫിറ ലഹും. ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യാൻ നബി തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യട്ടെ. അപ്പോൾ എന്തായി? നബി തങ്ങളോട് തേടലായി. അതെ, എനിക്ക് വേണ്ടി നബിയെ തങ്ങൾ റെക്കമെൻഡ് ചോദിക്കണേ എന്ന് തേടലായി. അങ്ങനെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തുകയും ചെയ്യട്ടെ. അങ്ങനെ വന്നാൽ വജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു തആല ദോഷം പുറത്തു കൊടുക്കുന്നതിനായി എത്തിക്കാൻ കഴിയും. ഈ ആയത്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅഫർ മൻസൂർ എന്ന ഗവർണർക്ക് ഓതിക്കൊടുക്കുന്നത്. എന്തിന്? ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി, നബി തങ്ങളോട് ശഫാഅത്ത് തേടൂ എന്നുണ്ട് അതിന് തെളിവ് പറയുന്ന ഈ ആയത്താണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കൊണ്ട് തെളിയാണ് നബി തങ്ങളോട് ശഫാഅത്ത് തേടണം. അത് മാലിക് ഇമാമിനെ പോലത്തെ സലഫിൽപ്പെട്ട ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ്. അത് എല്ലാവരും അംഗീകരിക്കുകയാണ്, ലോകം മുഴുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ പോലും നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി സലാം പറയുമ്പോൾ ചുമരിൻ്റെ മേലെ നബി തങ്ങളോട് ശഫാഅത്ത് തേടുന്ന പദ്യം എഴുതി വെച്ചത് ഇപ്പോഴും കാണുകയാണ്. അപ്പോൾ ലോക മുസ്ലിങ്ങൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനി എന്താ സംശയം വേണ്ടത്? ഇലമ്മനഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വതശഫു, നബി തങ്ങളോട് ശഫാഅത്ത് തേടുക, നബി തങ്ങളെ ശഫാഅത്തിന് വേണ്ടി പറയുക ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനവറുകൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജവാസുഹു വയസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീദീനിൻ അൽ മഅറൂഫത്തി മിൻ ഫിൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാ അംബിയാക്കളും മുർസലീങ്ങളും അതുപോലെ എല്ലാ മഹാന്മാർ ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പം ഇത് ഉറപ്പിക്കണം നമ്മൾ. അതേസമയത്ത് അതിന് വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബ്നു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകത്തിൽ നിന്ന് കേട്ടത്. അത് ഇമാം സുബ്കിയും അവിടെ ഉണർത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഇമാം സുബ്കി പറയാണ്, വബ്തദഅ മാലം യസ്ബിഖുഹു, അതെ, അദ്ദേഹത്തിന് മുമ്പ് ആരും പറയാത്തൊരു പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അവിടെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാൻ. ഇമാം സുബ്കി അദ്ദേഹത്തിന്റെ കാരക്കാരനാണ്, ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതനാണ്. അദ്ദേഹം അത് ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് മസാലിക്കുൽ അൻസാർ എന്നൊരു കിതാബുണ്ട്, അത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു പണ്ഡിതൻ എഴുതിയതാണ്. അതിൽ ഇബ്നു തൈമിയെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇമാം സുബ്കിയെ അതിനേക്കാളും പുകഴ്ത്തുന്നുണ്ട്. പുകഴ്ത്തിയിട്ട് അവർ പറയുന്നത്, ഇമാം സുബ്കി എങ്ങാനും ഇല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മദീന എന്നെ കാലിയായി പോവുമായിരുന്നു. ഇമാം സുബ്കി ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. അതേ കിതാബ് പറയുന്നുണ്ട്. അയാളൊന്നും ഒരിക്കലും എന്തല്ല, ഇബ്നു തൈമിയുടെ വിരോധിയല്ല, പക്ഷപാതിയല്ല. അങ്ങനെയുണ്ട് ചിലർ. അതെ, സുബ്കിക്ക് പക്ഷപാതമായിരുന്നു, ഇബ്നു ഹജറിന് പക്ഷപാതമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ അങ്ങനൊന്നുമില്ല. പക്ഷപാതന്റെ പിന്നെ ഇത്രയും പുകഴ്ത്തിയിട്ട് മസാലിക്കുൽ അൻസാറിൽ പറയോ? അദ്ദേഹമാ പറയുന്നത്, സുബ്കി ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ, അതെ, ഇബ്നു തൈമിയ്യക്ക് സംഭവിച്ച അബദ്ധം ചൂണ്ടിക്കാണിച്ച് ഇമാം സുബ്കി എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീന ശരീഫിന്റെ കാലിയായി പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതൊന്നും ആരും ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് മുൻഗാമികളായ ഇമാമിങ്ങൾ ആരും അവർ പക്ഷപാതിത്വപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
ഒരു മനുഷ്യന് അബദ്ധം പറ്റാം, അദ്ദേഹത്തിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായിരിക്കും. നമ്മൾ അബദ്ധത്തെയല്ലല്ലോ പിന്തുടരേണ്ടത്, സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത്. അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ്യ വലിയ ആളാകുന്നു, വലിയ വിവരമുള്ള ആളാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും എന്താവുന്നേനു വീഴും എന്നാണ് മനസ്സിലായത്. ആനല്ലേ എന്നുണ്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെ ഉദ്ധരിച്ചത് മസാലിക്കുൽ അബ്സാർ ഫി മമാലിക്കുൽ അംസാർ എന്ന കിതാബായിരിക്കും അല്ലേ? എൻ്റെ വണ്ടിയിലുണ്ട് ആ സാധനം, ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല എന്നേ. അപ്പോൾ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ സമീപിക്കേണ്ട ഒരു രീതിയും വിഷയങ്ങളെ സമീപിക്കേണ്ട ഒരു രീതിയുമാണ് ഉസ്താദ് പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും മഹാന്മാരായ ഉലമാഇനെ തെറി പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കുരുവട്ടൂരികളിങ്ങനെ ഊര് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങൾ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും മശായിഖന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടി മാത്രമാണ്. ഒരിക്കലും ഞങ്ങളുടെ വകയിൽ ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾ വെറും മൈക്കകൾ മാത്രമാണ് എന്നാണ് കുരുവട്ടൂരികൾ അവകാശപ്പെടാറുള്ളത്. അവർ പറയാറുള്ളതും അങ്ങനെ തന്നെയാണ്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്, ഞങ്ങൾ ഏൽപ്പിച്ചത് പറയുകയാണ്, ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ 4 ആളുകൾ 10 ആളുകൾ മീറ്റിംഗ് കൂടി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ ആൾ അഭിപ്രായം മാനിച്ച് നിർദ്ദേശമില്ലാതെ ദീൻ പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവർ വെറും മൈക്കകൾ മാത്രമാണ്, ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത് മാത്രമേ ഇവർ പറയാറുള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ ഒരുപാട് വിഷയങ്ങൾ ഇവർ പല സ്ഥലങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിലായി പല സമയങ്ങളിലായി പറഞ്ഞ ക്ലിപ്പുകൾ പ്രദർശിപ്പിച്ച് ഓരോന്നിൻ്റെയും ഇടയിലുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറയുന്നത് മശായിഖന്മാരിൽ നിന്ന്, യഥാർത്ഥ മശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് പഴക്കുകയില്ല. അത് ഹക്കായ മശായിഖന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് മാറ്റം വരികയില്ല. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും ഇന്ന് എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ വിരുദ്ധമാണ് നാളെ പറയുന്നത്. ഇന്ന് രാവിലെ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ വിപരീതമാണ് വൈകുന്നേരമാകുമ്പോഴേക്കിന് പറയുന്നത്. ഈ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുന്ന ഇവർക്ക് ഒരിക്കലും ഹക്കായ മശായിഖന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് ഇവർ പറയുന്നത്? അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും തന്നെ ഹക്കായ മശായിഖന്മാരിൽ നിന്നല്ല, അത് തീർച്ചയാണ്. ഇവരുടെ വൈരുദ്ധ്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഇവിടെ കാണിക്കാനുള്ളത്. ആദ്യമായി ഇവർക്ക് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവരുടെ മുമ്പിലിരിക്കുന്ന പാവങ്ങളായ സാധുക്കളായ പെട്ടുപോയ കുരുവട്ടൂരികൾക്ക് ഇവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ആ ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിച്ച് അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ഇൽമൊന്നും ഇന്ന് കേരളത്തിലുള്ള ഉലമാഇന്റെ ഇൽമുകളൊക്കെ കൂട്ടിയാലും ഒരിക്കലും തന്നെ ഇബ്നു തൈമിയയുടെ ഇൽമിന്റെ അടുത്തേക്ക് എത്തുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്വം നൽകിയിട്ട് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ആ ഇവരുടെ കേന്ദ്രമാകുന്ന സാവിയത്ത് സൂഫിയ എന്ന് പറയുന്ന ആ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണങ്ങളുടെ ചില ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താൻ ആരും കഴിഞ്ഞുപോയിട്ടില്ല. ഈ പറയുന്നത് കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അബ്ദുസ്സമദ് മൗലവിയുടെ ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. ഇബ്നു തൈമിയന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആജാദി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആയുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. ദൈർഘ്യം ഭയന്നുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ മുമ്പിലിരിക്കുന്ന കുരുവട്ടൂരികളോട് പറയുമ്പോൾ അവർ ചിന്തിച്ചു പോകുമല്ലോ, ഇബ്നു തൈമിയ സാധാരണ നമ്മൾ വഹാബി പ്രസ്ഥാനത്തിന് മരുന്ന് നൽകിയ, ഊർജം നൽകിയ ആളാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഈ ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും, അപ്പോൾ ഇബ്നു തൈമിയയും വഹാബിസവും ഒന്നെന്നല്ലേ? അപ്പോൾ പിന്നെ ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കുമ്പോൾ വഹാബിസത്തെ പ്രൊമോട്ട് ചെയ്യൽ വരില്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആ ഇബ്നു തൈമിയ വഹാബികളുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനുള്ള
വലിയ ശ്രമമാണ് പിന്നീട് കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് മൗലവി നടത്തുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളുമായി നജിദികളുമായി അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് അവരെ മനസ്സിലാവും. പണ്ടത്തെ ഉലമാ ഒക്കെ അവരെ അങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാ പ്രയോഗിച്ചത്, നജിദികൾ. ഈ നജിദികളുമായി ഇബ്നു തൈമിയയ്ക്ക് ഒരു ബന്ധവുമില്ല, ആദർശപരമായിട്ടുമില്ല. ചുരുക്കത്തിൽ വഹാബിസവും ഇബ്നു തൈമിയയും ഒരു ബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇബ്നു തൈമിയെ മഹത്വവൽക്കരിച്ച് എന്നതുകൊണ്ട് വഹാബിസത്തെ പുണ്യവൽക്കരിക്കൽ വരില്ല എന്നർത്ഥം. ഇനിയും കേൾക്കാം. ഞാൻ പറയുന്നത് ഇബ്നു തൈമിയ വഹാബി നേതാവാണ്, വഹാബികളുടെ ആളാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല. ഇബ്നു തൈമിയ വഹാബികളുടെ ആളല്ല, മൂപ്പർ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ആരല്ല വഹാബികളുടെ നേതാവല്ല. അതാണ് വരുത്തി തീർക്കുന്നത്. ഇനിയും കേട്ടോളൂ. ഞാൻ പറയുന്നത് വഹാബി പ്രസ്ഥാനം, ഇബ്നു തൈമിയ, ഇത് രണ്ടും ഒരിക്കലും ഒരു ബന്ധവും പെടുത്താൻ കഴിയില്ല. ഇബ്നു തൈമിയയും വഹാബിയും അജവും ഗജവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി നമ്മളെ സമദ് മൗലവി ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം അതും അദ്ദേഹം പറയട്ടെ. ഇബ്നു തൈമിയ എന്ന് പറയപ്പെട്ട ആ വ്യക്തി ആ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴങ്ങളും വിശാലതയും പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അയാൾക്ക് വിവരമില്ലാന്ന് ആരും പറയില്ല, അത്രയും വലിയ പാണ്ഡിത്യമുണ്ട്. അയാളൊരു പുത്തൻവാദി എന്നുള്ള ലിസ്റ്റിലല്ല, അയാളൊരു മുജറദൻ ഫഖീഹ്. ആ കാലഘട്ടത്തിൽ മുഹയ്യിസുന്ന എന്ന പേര് പല ആൾക്കാരും നൽകിയ ആളാണ് അയാൾ. അന്ന് എത്ര ഗ്രന്ഥങ്ങളാണ് അയാൾ രചിച്ചിട്ടുള്ളത്, നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. അയാളെ ദർസിലുള്ള ശിഷ്യന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരയാക്കും. വലിയ വലിയ ദർസുകൾ, കുഴപ്പമൊന്നുമില്ല. ഔലിയാക്കൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇബ്നു തൈമിയ പറഞ്ഞു അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അയാൾ കിതാബ് എഴുതി റദ്ദു അല ഷാദുലി, ഷാദുലി ഇമാമിനെതിൽ ഖണ്ഡനം. ആര്? അന്നത്തെ വലിയൊരു പണ്ഡിതൻ. അയാൾ വഹാബി അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല അന്ന് വഹാബിസം എന്നത് ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കുക. വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് ദർസ് നടത്തിയ ആളാണ്, ധാരാളം കിതാബുകൾ രചിച്ച ആളാണ്. അയാൾ പുത്തൻവാദികൾപ്പെട്ട ആളെന്നല്ല, ഒരു മുജറദൻ ഫഖീഹായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വഹാബിസവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. വഹാബികളുമായി ഇദ്ദേഹത്തിന് ഒരു ബന്ധമില്ലായിരുന്നു എന്നൊക്കെയാണ് ഇതുവരെ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പം കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പറയുന്നത് എന്താണ്? അതുമാണ് നമുക്കൊന്ന് കേൾക്കുക. അതൊന്ന് കേട്ടോക്കുക. ഇനി ഇബ്നു തൈമിയയുടെ കിതാബ് ഒന്നും കൂടി അതിന് തെളിവ് വായിച്ചാൽ, ഇബ്നു തൈമിയ ആരാന്നറിയാലോ? മുജാഹിദുകളുടെ വഹാബികളുടെ ഒക്കെ ആധികാരിക നേതാവ് എന്ന് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ എല്ലാ മരുന്നുകളും കൊടുത്ത ആളാണ് ഇബ്നു തൈമിയ. ഈ ഇബ്നു തൈമിയ അതാ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇബ്നു തൈമിയ ആരായി മാറി? വഹാബികളുടെ മുജാഹിദുകളുടെ ആധികാരിക നേതാവായി മാറി. വഹാബിസത്തിന് എല്ലാ മരുന്നും കൊടുത്ത ആളായിരുന്നു ഇബ്നു തൈമിയ എന്നാണ് ഇപ്പം കിട്ടിയ നിർദ്ദേശപ്രകാരം പറയുന്നത്. എന്നാൽ ഇനിയുണ്ട്, കേട്ടോക്ക. അത് തന്നെ ഇബ്നു തൈമിയയെ പണ്ഡിതനാക്കാണ്. ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും ഉപരി പണ്ഡിതനാണ്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ കിതാബായ അൽ ഫതാവൽ ഹദീസിയയിൽ പച്ചയായി പറഞ്ഞതാണ്, ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ ളാലുൻ മുദില്ലുൻ ജാഹിലുൻ ഗബിയുൻ, വിഡ്ഢിയാണ്, ജാഹിലാണ്, പഴച്ചവനാണ്, പഴപ്പിക്കുന്നവനാണ്. അബ്ദുൻ ഖദലഹുല്ലാഹ്, അല്ലാഹു നിന്ദ്യനാക്കിയിട്ടുണ്ട് അയാളെ, അസമ്മഹു പൊട്ടനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ളാലുൻ മുബ്തദിയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അയാളെ വാക്കിനൊരു വിലയും കൽപ്പിക്കാൻ പാടില്ല എന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പച്ചയായി പറഞ്ഞിട്ട്, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2023 വർഷത്തിന്റെ തുടക്കത്തിലാണ് അബ്ദുസമദ് മൗലവി പ്രസംഗിക്കുന്നത്. ഇബ്നു തൈമിയ വലിയ മഹാനാണ്, അയാൾക്ക് വലിയ അറിവുണ്ട്, ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്, ധാരാളം ദർസ് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അയാൾക്ക് വിവരമില്ല എന്ന് ഒരാളും പറയൂല. ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇബ്നു തൈമിയയുടെ അറിവിനെ അംഗീകരിച്ചവരും സമ്മതിച്ചവരുമാണ് എന്നൊക്കെ പ്രസംഗിച്ചത് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ്. അതുപോലെ ഇതേ വർഷത്തിൽ തന്നെയാണ് കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് മൗലവിയും ഇബ്നു തൈമിയനെ സംബന്ധിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ട് വലിയ നിലക്ക് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് നിർദ്ദേശം മാറി അവരുടെ നിലപാട് മാറ്റി ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ജാഹിലും വബിയും ഒക്കെ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്താൻ കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചതല്ലേ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് അയാൾ വിവരദോഷിയാണ്, ജാഹിലാണ്, വബിയാണ്, ളാലാണ്, മുദില്ലാണെന്നൊക്കെ മുമ്പേ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചതല്ലേ? അതൊക്കെ ഉണ്ടായിരിക്കെ ഇബ്നു തൈമിയയെ പുകഴ്ത്തിയിരുന്ന ഈ ആളുകൾ പെട്ടെന്ന് അവരുടെ നിലപാട് മാറ്റി, അഥവാ നിർദ്ദേശം മാറിക്കിട്ടി ഇബ്നു തൈമിയ ളാലും മുദില്ലും വബിയുമൊക്കെ ആണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം എന്നതിലേക്ക് ഷെയ്ഖും ഫിൽ ഇസ്ലാമി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന്
ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് അവിടെ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഇയാൾ ചാടി വീണു. കണ്ടില്ലേ, പേരോട് ഉസ്താദ് ഇബ്നു തൈമിയയെ മഹത്വവൽക്കരിക്കാണ്, ഇബ്നു തൈമിയയെ പണ്ഡിതനാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചാടി വീണതാണ്. അപ്പൊ അതിന്റെ മുമ്പ് ഈ കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് മൗലവിയും സമദ് അൻവരിയും പറഞ്ഞതൊക്കെ അവർ മറന്നു. എത്രത്തോളം പുകഴ്ത്തി പറഞ്ഞിരുന്നു ഇബ്നു തൈമിയയെ സംബന്ധിച്ച്, അതൊക്കെ മറന്നു. നിർദ്ദേശം മാറിക്കിട്ടി. പേരോട് ഉസ്താദിനെ ഇകഴ്ത്താൻ, അവരെ പരിഹസിക്കാൻ വേണ്ടി, അവരെ ഖണ്ഡിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതാ മാറ്റി ഇപ്പോ ഈ രീതിയിൽ പറയുകയാണ്. ഇതാണ് അതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവർ ആദ്യം എന്തായിരുന്നോ പറഞ്ഞിരുന്നത്, ആ പറഞ്ഞതിന് പേരോട് ഉസ്താദ് ആ പറഞ്ഞതുപോലെ പറഞ്ഞാൽ തന്നെയും ഇവരതിനെ എതിർക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്താണ് എന്ന് അബ്ദുൽ സമദ് മൗലവി ആദ്യം പ്രസംഗിച്ചിരുന്നു. അതുപോലെ അബ്ദുൽ സമദ് മൗലവിന്റെ ശൈഖാണെന്ന് പറയപ്പെടുന്ന കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം മൗലവിയും പ്രസംഗിച്ചിരുന്നു. പക്ഷെ പേരോട് ഉസ്താദ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ് എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ സമദ് മൗലവി അവിടെ ചാടി വീണു. അദ്ദേഹം പറയാണ്, ഇപ്പൊ ചില ആളുകൾ പുതിയ ഉസൂൽ ഉണ്ടാക്കുന്നുണ്ട്, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്താണ് എന്ന് പറഞ്ഞ് പുതിയൊരു ഉസൂൽ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പൊ ഇത് നേരത്തെ അബ്ദുൽ സമദ് മൗലവി പറഞ്ഞ മൂപ്പര് മറന്നുപോയി. കാരണം ഇവിടെ പേരോട് ഉസ്താദിനെ ഒന്ന് എന്ത് ചെയ്യണം, പരിഹസിക്കണം. അപ്പൊ അതിനുള്ള മാർഗം കണ്ടെത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളൊക്കെ പറയുമ്പോ കറാമത്തിനെ കൊച്ചാക്കുകയും തങ്ങൾക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാകണമില്ല. ഇങ്ങനെ വരുന്ന ചില ആൾക്കാര് പുതുതായി ചില അധ്യായം കൊണ്ടുവരും. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അത് ഇസ്തിഖാമത്താണ്. ദുആ ചെയ്തു, മഴ പെയ്തു, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം, അതൊരു വാക്കുകൊണ്ട് അവർ അമർത്തി. ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്താണല്ലോ ഏറ്റവും വലിയ കറാമത്ത്. അത് തന്നെ ഇപ്പൊ എന്തായി? അത് മൂപ്പരനോട് പറഞ്ഞോട്ടെ, നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, അത് കൊളാക്കണ്ട, മൂപ്പരനെ പറയട്ടെ. ഇപ്പൊ എന്തായി? ഇപ്പൊ സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി ആയില്ലേ? അതല്ലേ ഇപ്പൊ ഉണ്ടായത്? അന്ന് പറഞ്ഞത് പൊളിച്ചില്ലേ നിങ്ങൾ? എന്താ അങ്ങക്ക് പറ്റിപ്പോയത്? എന്താ സംഭവം? മദതില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നതൊക്കെയും വെള്ളത്തിലായി. ഈ ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.